ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ രാഹുൽ KP കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 19 സ്റ്റോപ്പേജ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് തന്നെയാണ്. ഏകദേശം ക്ലബ്ബ് വിടുമെന്ന് തന്നെയാണ് ന്യൂസ് വരുന്നത്. അപ്പോൾ എവിടേക്കാണെന്ന് വെച്ചാൽ ഒഡീഷ FC ഒഡീഷ FC താരവുമായിട്ട് അഡ്വാൻസ് ടോക്കിലാണ്. ഏകദേശം സൈനിങ് കംപ്ലീറ്റ് ആവുന്നതിനടുത്താണെന്നാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 24 വയസ്സുകാരനാണ്. പുള്ളിയെ മൾട്ടി ഇയർ ഡീലിൽ അതുപോലെ ട്രാൻസ്ഫർ ഫീ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ നടക്കാൻ പോകുന്നത്. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഈ നീക്കം നടക്കാൻ പോവുകയാണ്. ഈ സീസൺ കഴിയുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാർ അവസാനിക്കാൻ പോകുന്ന പ്ലെയറാണ് രാഹുൽ KP. പക്ഷേ ഈ ജനുവരിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് വിറ്റൊഴിവാക്കുന്നു. കാരണം ട്രാൻസ്ഫർ ഫീ കിട്ടും, അല്ലെങ്കിൽ ഫ്രീ ഏജൻ്റ് ആയിട്ട് പോകുന്നതാണ് രാഹുൽ KP. അപ്പോൾ രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കഴിഞ്ഞ 2-3 സീസണുകളായിട്ട് പുള്ളി അട്ടർ ഫ്ലോപ്പാണ്. ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കുന്നില്ല. എല്ലാവർക്കും പോയാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെയാണ് മിക്ക ഫാൻസും നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. വെറുതെ മറ്റുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു ചാൻസ് കളയുക എന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും പുള്ളിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കും രാഹുലിനും അതുപോലെ തന്നെ ക്ലബിനും സംബന്ധിച്ച് പിരിയൽ അത് നല്ലൊരു തീരുമാനം തന്നെയാണ്. മറ്റു ക്ലബ്ബിൽ പോയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും 5 വർഷമായിട്ട് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഫൈനലി ക്ലബ്ബ് വിടാൻ പോവുകയാണ്. എന്തായാലും ഒഡീഷ FC ഇപ്പോൾ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സെർജിയോ ലൊബേറ ഉണ്ട്, പുള്ളിയെ മാറ്റിയെടുക്കാൻ സാധിക്കും, നല്ല ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ എങ്ങനെയായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.